ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്, തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദിറഹു മർഹൂനത്തുൻ ഇൻദ യഹൂദിയിൻ. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ പ്രവാചകൻ മരിക്കുമ്പോൾ തന്റെ ഭക്ഷണത്തിന് വേണ്ടി, തന്റെ ബുദ്ധിമുട്ടുകൾ തീർക്കാൻ തൊട്ടടുത്ത അയൽവാസിയായ ജൂതന് തന്റെ പടയങ്കി പണയപ്പെടുത്തിയിരുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു വസ്തു നിങ്ങൾ ഓർക്കൂ. ആദർശപരമായി ഏറ്റവും വലിയ സംഘട്ടനം നടക്കുമ്പോഴും ഏറ്റവും പ്രധാന ശത്രുക്കളായിരുന്ന മദീനായിലെ യഹൂദികളുമായി അദ്ദേഹം ഉണ്ടാക്കിയ സന്ധികളും അദ്ദേഹത്തിന്റെ ജീവിത രീതിയും അയൽപക്ക ബന്ധവും എന്തുമാത്രം മാതൃകാപരമായിരുന്നു. എന്നിട്ടാണ് ഇവിടെ ഇപ്പോൾ ഓണം വരുമ്പോൾ, ക്രിസ്തുമസ് വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോൾ അതിന്റെ പേരിൽ ഈ മതത്തിലെ ആളുകളെ ഭിന്നിപ്പിക്കുവാനും അതിനെ തമ്മിലടിപ്പിക്കുവാനും ഇവിടെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന മതസ്വഭാവത്തിനെതിരിൽ വളരെ അപക്വമായ, വളരെ അപരിഷ്കൃതമായ ആശയങ്ങൾ വെച്ച് പിടിപ്പിച്ച് പരസ്പരം വിദ്വേഷം വളർത്തുന്ന ഒരു അപകടകരമായ ചില സൂചനകൾ കാണുന്നു. നാം ശക്തമായി അതിന്റെ എതിരിൽ നടക്കണം. ക്രിസ്തുമസുകളും ഓണവും എല്ലാം ഇവിടെ വരുന്നു. നമ്മുടെ പൂർവികന്മാർ ആ കാലഘട്ടത്തിൽ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അതിനെ അവർ ആദരിച്ചിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ആഘോഷങ്ങളെല്ലാം ഈ മനുഷ്യ സമൂഹത്തിന്റെ വിവിധ ദർശനങ്ങളുടെ സംഭാവനകളായി ഉണ്ടായ അതിനെ സൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് പോയ നമ്മുടെ മുൻഗാമികളാണ് നമുക്ക് പാരമ്പര്യം. അവരാണ് നമുക്ക് അനുകരണീയമായിട്ടുള്ളത്. അല്ലാതെ ഇപ്പോൾ ആരെങ്കിലും കടമെടുത്ത് പറയുന്ന വർഗീയവാദങ്ങളല്ല, വർഗീയ കാഴ്ചപ്പാടുകളല്ല. നമ്മുടെ കേരളത്തിലെ അനുഭവങ്ങളും കേരളത്തിലെ സവിശേഷതകളും മനസ്സിലാക്കാതെ ഇവിടെ ഒരു പ്രബോധകരും ഇവിടെ പെരുമാറാൻ പാടില്ല. സാമൂഹ്യ അന്തരീക്ഷം ഇവിടെ അതൊരു പങ്കിലമാക്കാൻ പാടില്ല. ഈ കാര്യങ്ങളെ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തും. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആഘോഷങ്ങൾ, അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട സംഗതികൾ, അതുമായി ബന്ധപ്പെടുന്ന ഒരു പ്രവർത്തനത്തിലും ഒരാശംസ നേരൽ മാത്രമല്ല, അതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത സംഗതിയാണ്. പ്രത്യേകിച്ച് ഈ അടുത്ത സമയത്ത് നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ അവരുടെ ആഘോഷമായി കൊണ്ടു നടക്കുന്ന ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട വിവാദമാണ് ഇപ്പോൾ പൊങ്ങിയത്. നമുക്കറിയാം, ക്രിസ്തുമസിനെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന വിഭാഗം അംഗീകരിക്കുന്നതല്ല. കാരണം അതൊരു വിദഗ്ധമായി ആ മതത്തിലേക്ക് കടന്നു വന്നതാണ് പിൽക്കാലഘട്ടത്തിൽ എന്ന് വിശ്വസിക്കുന്നവരാണ് ക്രൈസ്തവരിൽ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ. ക്രൈസ്തവർ തന്നെ പലരും അതിൽ നിന്ന് വിട്ടുനിൽക്കാറുണ്ട്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം. അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് വാദിക്കുന്ന ഒരു വാദവുമായി ബന്ധപ്പെട്ട ഒരു ആചാരമാണത്. വിശുദ്ധ ഖുർആനാകട്ടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമിലൂടെ വളരെ കൃത്യമായി എന്തിനാണ് ഖുർആൻ അവതരിപ്പിച്ചത് എന്നതുപോലും വിശദീകരിക്കുന്നിടത്ത് സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിൽ പറഞ്ഞത് അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് വാദിക്കുന്നവർക്ക് താക്കീതായിക്കൊണ്ടാണ് ഖുർആൻ അവതരിച്ചത് എന്നാണ്. അപ്പൊ ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതുപോലും അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് വാദിക്കുന്ന ആളുകൾ അതിൽ മക്കയിലെ മുശ്രിക്കുകളുണ്ട്. അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ ബനാത്തുള്ള, അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന് വാദിക്കുന്ന ആളുകൾ മക്കാ മുശ്രിക്കുകളുടെ ഇടയിലുണ്ട്. ഈസാ അലൈഹിസ്സലാം ദൈവപുത്രനാണ് എന്ന് വാദിക്കുന്ന ഈസാ ഇബ്നുല്ലാ, അള്ളാഹുവിന്റെ മകനാണ് ഈസാ എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. ഉസൈർ ഇബ്നുല്ലാ, ഉസൈർ അള്ളാഹുവിന്റെ മകനാണ് എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാവർക്കും താക്കീത് നൽകാൻ, ഇൻസാർ നൽകാൻ അള്ളാഹു അവതരിപ്പിച്ചതാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഖുർആനിൽ അള്ളാഹു അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിൽ മേരിയെ സംബന്ധിച്ച മറിയം ബീവിയെ പറ്റി, ഈസാ നബിയുടെ ഉമ്മയെ പറ്റി പറയുന്ന അധ്യായത്തിൽ അള്ളാഹു വിശദീകരിച്ചത് വഖാലു തഖദർ റഹ്മാനു വലദാ ലഖദ് ജിഅ്തും ശൈഅൻ ഇദാ തകാദു അസ്സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ അൻ ദഅു ലിർറഹ്മാനി വലദാ വമാ യൻബഗി ലിർറഹ്മാനി അൻ യത്തഖിദ വലദാ. അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് വാദിച്ച ആളുകൾ കൊണ്ടുവന്നത് ഏറ്റവും ഗൗരവകരമായ സംഗതിയാണ്.
തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ. ആ വാദത്തിന്റെ ഗൗരവം നിമിത്തം ആകാശം പൊട്ടി കീറാറായി, ഭൂമി പൊട്ടി പിളരാറായി, പർവ്വതങ്ങൾ പൊടിഞ്ഞു പോകാറായി. അൻദഅഉലിർ റഹ്മാനി വലദ, പരമകാരുണികനായ അല്ലാഹുവിന് സന്താനമുണ്ട് എന്നവർ വാദിച്ച കാരണത്താൽ വമാ യംബഗി ലിർ റഹ്മാനി അയ്യത്തഖിദ വലദ, അല്ലാഹുവിനൊരിക്കലും യോജിച്ചതല്ല ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നുള്ളത്. ഇത് ഓതുന്ന ഒരു മുസ്ലിം എങ്ങനെയാണ് ആശംസ പറയൽ? ഇതെങ്ങനെ ഒക്കല്? ഈ ആശംസ പറഞ്ഞാൽ ഒക്കണ്ടേ? എല്ലാ ആശംസകളും എന്ന് പറഞ്ഞ് ഇപ്പുറത്ത് വന്നിട്ട് ഖാലു തഖദർ റഹ്മാനു വലദ എന്ന് ഓതിയ ഒക്കോ? ഇനി വഖാലത്തഖദർ റഹ്മാനു വലദ എന്ന് ഓതണ്ട. എല്ലാ ദിവസവും വിശ്വാസികൾ നിസ്കാര ശേഷവും കിടക്കുമ്പോഴും ഒക്കെ ഓതുന്ന സൂറത്താണല്ലോ സൂറത്തുൽ ഇഖ്ലാസ്. അവിടെ എന്താ പറയുന്നത്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹ് ഏകനാണ് എന്ന് പറഞ്ഞാൽ അദ്വിതീയനാണെന്ന് പറയൂ. അല്ലാഹുസ് സമദ്, അല്ലാഹു നിരാശ്രയനായ യജമാനനാണെന്ന് പറയൂ. ലം യലിദ് വലം യൂലദ്, അവന് പിതാവില്ല മക്കളില്ലെന്ന് പറയൂ. ഇത് ഓതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതാ പടച്ചവൻ ഒരു കുട്ടി ജനിച്ചു എന്ന് പറയുമ്പോൾ സർവാശംസകൾ എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ഒക്കല്? അപ്പോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അവന്റെ ആരാധന, അവന്റെ ഇബാദത്ത്, അവന്റെ തൗഹീദുമായി എതിരിടുന്ന ഒരു സംഗതിയോടും യോജിപ്പില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് തീർത്തു പറയുന്നത്. അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്ന്. അതിന്റെ അർത്ഥം ഏതെങ്കിലും ഒരു ക്രൈസ്തവൻ അവന്റെ ആഘോഷം കൊണ്ടു നടക്കുന്നതിൽ നമുക്കെന്തോ പ്രശ്നമുണ്ടെന്നല്ല. അത് അവന്റെ ആചാരം, അവന്റെ നിലപാട്, അവന്റെ സ്വാതന്ത്ര്യം, അതവന് ആചരിക്കാം, കൊണ്ടു നടക്കാം. ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി അവർക്ക് മുന്നോട്ട് പോകാം. അതിന് സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യ രാജ്യത്ത്. നമ്മളെന്താ പറയുക, നമ്മുടെ മുജാഹിദുകളിലൊക്കെ ഉണ്ട് ചില ആളുകൾ, ജമാഅത്തെ ഇസ്ലാമി മുജാഹിദുകളിലൊക്കെ പെട്ട ചില ആളുകളുണ്ട്. എന്ത് നബിദിനത്തിന്റെ ചോറൊന്നുമില്ല, ഓണത്തിന്റെ ചോറ് തിന്നൂല എന്നല്ല, ഓണത്തിന്റെ ചെമ്പിൽ ഒരു മണി പോലും ബാക്കിയൊക്കെ തിന്നും ചെയ്യും. ഈ മതം ഏതാണ്? എനിക്കിത് ഏത് നബിദിനത്തിന് കൊന്നാ പോലും നബിദിനത്തിന്റെ ഒരു ചോറിന്റെ ഒരു മണി തിന്നൂല. ആ ചോറിന്റെ മണി വീണ അത് അടുത്ത് തട്ടിക്കാതെ. ഞാൻ അത്രയും ഉറച്ച മുജാഹിദാണ്. ഹൈന്ദവരെടുത്ത് പോയിട്ട് പറയുന്നവരോ, ഒരു മണി വറ്റ് പോലും ഉപേക്ഷിക്കാതെ ഓണത്തിന്റെ ചോറ് ഞാൻ തിന്ന് പള്ളർച്ചിരും. ഈ ബേജാറാണ്ട. ഇതിന്റെ ഇരട്ടത്താപ്പിന്റെ മുഖമേ, നിന്നെ എന്ത് പേരാ വിളിക്കേണ്ടത്? ബിഗ് ബോസ് പോലെയുള്ള മോഹൻലാലിന്റെ പേര് പറയാൻ പോലും ഇപ്പൊ എനിക്കൊരു അറപ്പ് തോന്നാറുണ്ട്. കാരണം വളരെ മോശമായതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് അദ്ദേഹം മാറി. എന്താ അവാർഡ് കിട്ടിയിട്ടും കാര്യമില്ല. എന്താ അവാർഡ് കിട്ടിയിട്ട് ലോകത്തിന്റെ സകല പുരോഗതിക്കും എതിര് നിൽക്കുന്ന രണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി വാദിച്ച ആളായാണ്. ലോകത്തിന്റെ പുരോഗതി എന്നേക്കുമായി നിന്നു പോകണമെന്നും, ലോകത്തിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചുപൂട്ടണമെന്നും, ലോകത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇനി മുതൽ ഉണ്ടാകരുത് എന്ന് വാദിച്ച രണ്ട് പെൺകുട്ടികൾ, ലോകത്ത് മനുഷ്യകുലം ഇനൊരു 100 കൊല്ലത്തിന് ശേഷം വേണ്ട എന്ന് തീരുമാനിച്ച രണ്ട് പെൺകുട്ടികൾ, മുസ്ലിം സമുദായത്തിലെ രണ്ട് ഷെറുകള്, നാഷണൽ വേസ്റ്റുകള്, അതിന് പകരം 18-ാം വട്ട തെങ്ങ് വെച്ച കരിക്ക് കിട്ടും. അങ്ങനത്തെ രണ്ട് ജന്മങ്ങള്, ആ രണ്ട് ജന്മങ്ങൾക്ക് വേണ്ടി വാദിക്കുക. ഞാൻ ഇങ്ങനെ വിചാരിക്കും, മോഹൻലാലിന്റെ അച്ഛനും മമ്മൂട്ടിന്റെ ബാപ്പയും കല്യാണം കഴിച്ചു നീയിരിക്കാം. മോഹൻലാലും ഉണ്ടാവില്ല, മമ്മൂട്ടി ഉണ്ടാവില്ല. ഉണ്ടാവോ? ആ കോമൺ സെൻസ് ഇല്ലാത്ത ഒരുത്തനാണ് ബിഗ് ബോസ് കിടന്ന് നിരങ്ങുന്നത്. ഫാൻസ് കയറി തല്ലിവിടം കേട്ടോ. എന്ത് മഹാത്മാഗാന്ധിയുടെ അച്ഛനും നെഹ്റുവിന്റെ അച്ഛനും കല്യാണം കഴിച്ചാൽ മഹാത്മാഗാന്ധി ഉണ്ടാവില്ല, നെഹ്റു ഉണ്ടാവില്ല. ഇത് കോമൺ സെൻസ് ഉള്ളവന് മനസ്സിലാവും. വലിയ ജീനിയസ് ഒന്നും ആകണ്ട. നൂറയാതിലെ എത്ര വർഷം അവർ ശരീരത്തെ വരച്ചാലും മനസ്സിലായിക്കൂടെ? കുട്ടിയില്ലേ നഴ്സറി ഉണ്ടോ? കുട്ടിയില്ലേ LKG ഉണ്ടോ? UKG ഉണ്ടോ? കുട്ടിയില്ലേ RKG ഉണ്ടോ? ആണ് നമ്മൾ വിചാരിക്കുന്നത് 2026 മുതൽ ഇന്ത്യയിൽ ആണുങ്ങൾ കല്യാണം കഴിക്കുക, പെണ്ണുങ്ങളും കല്യാണം കഴിക്കുക. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ മനുഷ്യന്മാരുണ്ടാവും. അത്രയും അബദ്ധ ജഡിലമായ ഒരു വിവരക്കേട്. എന്നിട്ട് പറയാ, ഓരോ ഞാൻ എന്റെ വീട്ടിൽ കയറ്റും. എന്റെ വീട്ടിൽ ആരെയും കയറ്റാം, അത് ഞങ്ങൾക്കറിയാം. അജ്ജ് കയറ്റാറുണ്ട്, അജ്ജ് കയറ്റിക്കോ. പക്ഷെ ലോകത്തോട് പറയണ്ട, അത് ലോകത്തോട് പറയണ്ട. അത് മനുഷ്യകുലം ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമല്ല. ഏഷ്യാനെറ്റിനൊക്കെ നിങ്ങൾ സൂക്ഷിച്ചോളി, അത്യന്തം അപകടകരമായ ചാനലുകളാണ്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. എനിക്കൊരു വിഷമമില്ല. ഇന്ന് കിടന്നുറങ്ങാൻ എനിക്ക് നല്ലോണം സത്യം ഉറക്കം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഒരുത്തനെയും കൂസേണ്ട ആവശ്യമൊന്നുമില്ല. ആരുടെ ചെലവിൽ നമ്മൾ ഇവിടെ ജീവിക്കില്ല. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 25-ൽ നമുക്ക് കൃത്യമായിട്ട് മൗലിക പ്രബോധനത്തിന്റെ അവകാശം തന്നിട്ടുണ്ട്. ആയത്ത് ഉദ്ധരിച്ചോ അയാളെ തൊള്ളോണ്ട് പറഞ്ഞു എന്നല്ലാതെ അല്ല കൊടുത്ത കഴിവെന്ന് ചോദിച്ചാ ശിർക്കാവൂലാന്ന് അല്ല ഏത് ഖുർആൻ വചനത്തിലാ പറഞ്ഞു? നീ ഇങ്ങോട്ട് പറ, ഏത് ഖുർആൻ വചനത്തിലാ? നാളെ ഉദ്ധരിക്ക്. അതിനാ ധൈര്യം കാണിക്കണ്ടേ? നാളെ ഉദ്ധരിക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ അമ്പിയാക്കൾക്ക് കൊടുത്ത കഴിവിൽ നിന്ന്, ഞാൻ ഔലിയാക്കൾക്ക് കൊടുത്ത കഴിവിൽ നിന്ന് നിങ്ങൾ ചോദിച്ചോളൂ എന്ന് അല്ലാഹു പറഞ്ഞൊരായത്ത് ഉദ്ധരിക്ക്. ഇനി അമ്പിയാക്കൾ പറയാ, ഞങ്ങൾക്ക് അല്ലാഹു നൽകിയ മുഅ്ജിസത്തിൽ നിന്ന്, ഔലിയാക്കൾ പറയാ, ഞങ്ങൾക്ക് അല്ലാഹു നൽകിയ കറാമത്തിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോഴും
ഞങ്ങളുടെ ജീവിതകാലത്തോ മരണശേഷമോ ഇലാഹല്ല എന്ന വിശ്വാസത്തോടെ ഞങ്ങളോട് തേടാം, അതിന് കുഴപ്പമില്ല എന്ന് ഏത് പ്രവാചകൻ പഠിപ്പിച്ചു? യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലിലിരിക്കുക. അപ്പൊ രണ്ടാൾ വന്നിട്ട് ഞങ്ങളിങ്ങനെ ഒരു സ്വപ്നം കണ്ടു പറഞ്ഞു. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. 12-ാം അധ്യായം 38, 39, 40. അപ്പൊ അദ്ദേഹം പറയുന്ന സ്വപ്നമാക്കാനൊക്കെ അടക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞു തരും. എനിക്കതിനുള്ള കഴിവ് അല്ലാതെ തന്നിട്ടുണ്ടല്ലോ, എനിക്കതിനുള്ള കഴിവ് അല്ല തന്നിട്ട്. അതുകൊണ്ടാണല്ലോ ചോദിച്ചത്. ആ കഴിവ് യൂസുഫ് നബിക്ക് കൊടുത്തത് അതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. ഇനി അമ്പിയാക്കൾ പറയാ ഞങ്ങൾക്ക് അല്ലാഹു നൽകിയ മുഅ്ജിസത്തിൽ നിന്ന്, ഔലിയാക്കൾ പറയാ ഞങ്ങൾക്ക് അല്ലാഹു നൽകിയ കറാമത്തിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ ജീവിതകാലത്തോ മരണശേഷമോ ഇലാഹല്ല എന്ന വിശ്വാസത്തോടെ ഞങ്ങളോട് തേടാം, അതിന് കുഴപ്പമില്ല എന്ന് ഏത് പ്രവാചകൻ പഠിപ്പിച്ചു? അപ്പൊ യൂസുഫ് നബി പറയാണ്, എനിക്ക് പഠിത്തം വന്ന കഴിവായതുകൊണ്ട് ഞാൻ പ്രകടിപ്പിച്ചില്ല, ഞാൻ കുറ്റക്കാരനാവും. ഞാനത് പറഞ്ഞു തരും. പക്ഷെ എനിക്ക് അതിന്റെ അടുത്ത് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഏത് ഹദീസ് ഗ്രന്ഥത്തിലെ ഉദ്ധരണി എന്ത് അല്ലാഹ് കൊടുത്ത കഴിവെന്ന് ചോദിച്ചാൽ ശിർക്കാവൂലാന്ന് ഒരു ഉദ്ധരണി വായിക്കേ. പ്രാമാണികമായ പൂർവികരുടെ സ്വഹാബത്ത് അംഗീകരിച്ച ഒരു തെളിവുദ്ധരിക്കെ. ബുഖാരിയിൽ, മുസ്ലിമിൽ, അബൂദാവൂദിൽ, തുർമുദിയിൽ, നസായിയിൽ, ഇബ്നു മാജയിൽ, ബൈഹഖിയിൽ സഹിയായ പരമ്പരയോടെ അഖീദ സ്വീകരിക്കാനുള്ള മാനദണ്ഡമനുസരിച്ച് ഉദ്ധരിച്ച ഒരൊറ്റ വചനം നാളെ ഉദ്ധരിക്ക്. സംയുക്തമായി മറുപടി വെക്കണ്ടല്ലോ, നാളെ ഉദ്ധരിക്ക്. ഇല്ല. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. 12-ാം അധ്യായം 38, 39, 40. അപ്പൊ അദ്ദേഹം പറയുന്ന സ്വപ്നമാക്കാനൊക്കെ അടക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞു തരും. എനിക്കതിനുള്ള കഴിവ് അല്ലാതെ തന്നിട്ടുണ്ടല്ലോ, എനിക്കതിനുള്ള കഴിവ് അല്ലാതെ തന്നിട്ട്. അതുകൊണ്ടാണല്ലോ ചോദിച്ചത്. ആ കഴിവ് യൂസുഫ് നബിക്ക് കൊടുത്തത് അതുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. കൊടുത്തതാണെന്നാണല്ലോ ചോദിക്കുന്നത്, കൊടുക്കാത്ത കഴിവല്ലല്ലോ. അവിടെ സ്വപ്ന വ്യാഖ്യാനം വേറുള്ളവർക്ക് കഴിവില്ലാത്തതുകൊണ്ട് അവിടെ എടുത്തു പോയില്ല. ദീന് പഠിക്കേണ്ടവർക്ക് ഇതിൽ തന്നെ വലിയ പോയിന്റാ. അപ്പൊ യൂസുഫ് നബി പറയാണ്, എനിക്ക് പഠിത്തം വന്ന കഴിവായതുകൊണ്ട് ഞാൻ പ്രകടിപ്പിച്ചില്ല, ഞാൻ കുറ്റക്കാരനാവും. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.